നടി നിമിഷ സജയന്റെ പിതാവ് സജയൻ നായർ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കുറച്ചു കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു സജയൻ നായർ. മുംബൈയിൽ വെച്ചാണ് മരണപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ സ്വദേശിയാണ് സജയൻ നായർ. ജോലിയുടെ ഭാഗമായാണ് അദ്ദേഹം പിന്നീട് മുംബൈയിൽ സ്ഥിരതാമസമാക്കിയത്. ഭാര്യ ബിന്ദു സജയനാണ്. നിമിഷയ്ക്കൊപ്പം നീതു സജയനും മകളാണ്. മഹാരാഷ്ട്ര താനെ ജില്ലയിലെ അംബർനാഥ് വെസ്റ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അംബർനാഥ് വെസ്റ്റിൽ ഗാംഗ്ദേവി റോഡിലുള്ള ന്യൂ കോളനിയിലെ ക്ലാസിക് അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. നിമിഷ സജയൻ 2017-ൽ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയിൽ ശ്രീജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ നിമിഷയ്ക്ക് അത്തവണത്തെ മികച്ച പുതുമുഖ നടിക്കുള്ള വനിതാ ഫിലിം അവാർഡ് ലഭിച്ചു. ഒരു കുപ്രസിദ്ധ പയ്യൻ, ചോല എന്നീ സിനിമകളുടെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയ നിമിഷ നിരവധി മികച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നായാട്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഈട, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, തുറമുഖം തുടങ്ങി വിവിധ സിനിമകളിൽ അഭിനയിച്ച നിമിഷ അവസാനം പ്രത്യക്ഷപ്പെട്ടത് 2023-ൽ പുറത്തിറങ്ങിയ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയിലാണ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമയിൽ ടോവിനോ തോമസ് ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഗുർവിന്ദർ സിംഗ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം C5-ലൂടെ റിലീസായ ലന്ത്രാനി എന്ന ഹിന്ദി സിനിമയിലാണ് നിമിഷ അവസാനം അഭിനയിച്ചത്. 2024-ൽ പ്രൈം വീഡിയോയിലൂടെ പുറത്തുവന്ന പോച്ചർ എന്ന വെബ് സീരീസിൽ നിമിഷ അഭിനയിച്ച മാലയോഗി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുംബൈയിലെ അംബർനാഥിലാണ് നിമിഷ സജയൻ ജനിച്ചത്. ബദലാപൂർ കാർമൽ കോൺവെന്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് തന്നെ നിമിഷ കലാകായിക രംഗങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ചെറുപ്പം മുതൽ ആയോധന കലകൾ അഭ്യസിക്കാൻ തുടങ്ങിയ നിമിഷ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറിയൻ ആയോധന കലയായ തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി. തായ്ക്കൊണ്ടയിൽ ദേശീയ തലത്തിലെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ചായിരുന്നു നിമിഷ സജയൻ മത്സരത്തിൽ പങ്കെടുത്തത്. മുംബൈ KJ സോമയ്യ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ വോളിബോൾ, ഫുട്ബോൾ ടീമുകളുടെ ക്യാപ്റ്റനായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനം നടത്തുന്നതിനിടെയാണ് നിമിഷ ഇടവേളയെടുത്ത് കൊച്ചിയിൽ അഭിനയ പരിശീലനത്തിനായി ചേർന്നത്. ഈ സമയത്താണ് ആദ്യ സിനിമയായ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ നിമിഷയ്ക്ക് അവസരം ലഭിച്ചത്.